Hello, good morning all. Good Morning. morning. ഗുഡ് മോർണിംഗ്. സർ റെഡി ആയിട്ടിരിക്കുകയാണ്. ക്ലാസ് സ്റ്റാർട്ട് Happy. ചെയ്യാല്ലേ സാർ? Okay, ready. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ആരോഗ്യവും സുഖവും സന്തോഷവും സമാധാനത്തിലുമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? കേൾക്കുന്നില്ലല്ലോ? കേൾക്കാം. ഹാപ്പിയാണ്. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റോറി പറയാം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മള് കൂടുതൽ ആളുകളും ഈ കൗൺസിലിംഗ് സൈക്കോളജി പരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിയുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും നമ്മുടെ ഗ്രൂപ്പിലുള്ളതല്ലോ. അപ്പോ എമ്പതി എന്നൊരു വിഷയവും അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു എമ്പത്തറ്റിക് ഫീൽഡിൽ ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. കഴിഞ്ഞ 2024 ഡിസംബറിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പർച്ചേസിങ് കൂപ്പൺ കൊടുത്തു. ന്യൂ ഇയറിൽ നറുക്കെടുക്കുന്ന ഒരു പർച്ചേസിങ് കൂപ്പൺ. ആ കൂപ്പൺ നിങ്ങളായിട്ട് തന്നെ ഇമാജിൻ ചെയ്യാട്ടാ. അത് നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ പോയി പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂപ്പൺ കിട്ടി. നിങ്ങളുടെ പേരൊക്കെ എഴുതി നിങ്ങൾ അതിലിട്ടു. 2025 ന്യൂ ഇയറിന്റെ അന്ന് നറുക്കെടുത്തു. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. കറക്റ്റ് നിങ്ങൾക്ക് തന്നെ അത് കിട്ടി. നിങ്ങൾക്ക് ഫോൺ വന്നു. അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ന്യൂ ഇയറിന്റെ സന്തോഷവും ഇത് കിട്ടിയ സന്തോഷവും. അതൊരു ബൈക്കാണ് കേട്ടോ. നറുക്കെടുപ്പിൽ കിട്ടിയത് ബൈക്കാണ്. ആ ബൈക്ക് വാങ്ങിക്കാനായിട്ട് അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോ ഒരാഴ്ച കൂടെ പിടിച്ചു. ആ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ബൈക്ക് എടുക്കാൻ നിങ്ങൾ ഒറ്റക്ക് പോയി. ബൈക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി. എല്ലാ ഫോട്ടോസും കാര്യങ്ങളും പത്രക്കാരുടെ ബഹളവും ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഫ്രീ ആയി ആ ബൈക്ക് കൊടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വരിക. അപ്പോ നിങ്ങളുടെ ഒരു അയൽവാസിയെ കണ്ടു. നിങ്ങളുടെ സുഹൃത്താണ്, അയൽവാസിയാണ്, നിങ്ങളുടെ അതേ സെയിം ഏജ് ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ബൈക്കിന്റെ പിന്നിലേക്ക് ഇരുന്ന് പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാള്. ഭയങ്കര പേടിയോ. അദ്ദേഹം ആരുടെ ബൈക്കിൽ കയറാറില്ല, സ്വന്തം അച്ഛന്റെ ബൈക്കിൽ പോലും അദ്ദേഹം കയറാറില്ല. അങ്ങനെയുള്ള അദ്ദേഹം അങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് കൂടെ നിർത്തി. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തു, നിർബന്ധിച്ചു. നിങ്ങളുടെ ആ സന്തോഷം മുഴുവൻ അവിടെ എക്സ്പ്രസ് ചെയ്ത് അയാളെ നിർബന്ധിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്തു? നിങ്ങളുടെ വണ്ടിയുടെ പുറകിൽ കയറ്റി. അദ്ദേഹത്തിന് നല്ല പേടിയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഒരാള് നമ്മളെ കൂടെ യാത്ര ചെയ്യണ സമയത്ത് അദ്ദേഹത്തിന് പേടി കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട്, ഞാനൊക്കെ അങ്ങനെയാണ്. എന്താ വെച്ചാൽ വൈഫ് ഇങ്ങനെ പതിയപ്പോ എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് നമ്മളാണെങ്കിലോ ഏറ്റവും വലിയ ഡ്രൈവർ എന്നൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ഫീലിലാണ് നമ്മൾ പോവാ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളും ആ ഒരു ഇതില് പോയിട്ടെ. ഈ ജെൻസ് ആണെങ്കിൽ ആക്റ്റീവ എന്നൊന്നും വിചാരിക്കണ്ട, നല്ല റിച്ച് വണ്ടി തന്നെ ആയിക്കോട്ടെ, നല്ല ഡ്യൂക്കിലൊക്കെ തന്നെ പോകണമെന്ന് വിചാരിച്ചാൽ മതി. കിട്ടിയ ഡ്യൂക്കാണ്. ലേഡീസിനാണെങ്കിൽ നല്ല പവർ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആണ് കിട്ടിയേക്കണത്. അപ്പൊ ഇതിൽ നിങ്ങൾ ഇങ്ങനെ പെടച്ചു പോവുക. ആളെ ഇങ്ങനെ വെട്ടിച്ച് ഇങ്ങനെയൊക്കെ പോയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാലൻസ് തെറ്റിയപ്പോ അതെന്ത് ചെയ്തു? നേരെ ഒരു വണ്ടിയുടെ ബാക്കിൽ ചെന്നിടിച്ചു. പിന്നിലിരുന്ന അദ്ദേഹം ബാക്കിൽ നിന്ന് പൊന്തി നേരെ സൈഡിലേക്ക് മറിഞ്ഞു വീണു. അപ്പൊ തന്നെ ആ റോങ് സൈഡ് വന്ന വണ്ടി അദ്ദേഹത്തെ കയറ്റി ഇറക്കി. സ്പോട്ട് ഡെഡായി. ആ ഒരു ഫീല്, അതോടുകൂടി നിങ്ങള് ആകെ മൊത്തം ഡെസ്പായി, ഡിപ്രഷനിലായി. നിങ്ങൾ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവസ്ഥയായി. അതിന്റെ പിന്നിലുണ്ടായിരുന്ന കേസും കാര്യങ്ങളും എല്ലാം ഇൻഷുറൻസുകാരും കമ്പനിക്കാരും ഒക്കെ വീട്ടുകാരെല്ലാരും കൂടെ ഒക്കെ നോക്കി. എല്ലാം ഒരുവിധം സോൾവ് ആയി. പക്ഷെ നിങ്ങൾ മാത്രം സോൾവ് ആയില്ല. നിങ്ങൾ ആ ഒരു റൂമിന്റെ ഉള്ളിൽ നിങ്ങളുടെ പിന്നീടുള്ള ലൈഫ് അവിടെ മറ്റേ ഫ്രണ്ട്സ് സിനിമയില് ജയറാമൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥയില്ലേ, ഒരു സ്റ്റക്കായിട്ട് എന്താണെന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ. ആ അവസ്ഥയിൽ ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോ ഈ 2026 അടുത്ത് വരുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ മാറ്റം എന്നുള്ള നിങ്ങളുടെ ഫാമിലിയുടെ
ആഗ്രഹപ്രകാരം നിങ്ങളെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഫാമിലി വിളിച്ചിട്ട് നിങ്ങളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഒന്ന് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. നിങ്ങളെയും കൊണ്ട് ഫ്രണ്ട്സ് പുറത്തു പോയി. നല്ല ഇടുക്കിയുടെ നല്ല പച്ചപ്പ് വിരിച്ചിരിക്കുന്ന ആ മഞ്ഞ് പതച്ചിരിക്കുന്ന ആ ഒരു വഴിയിലൂടെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ വഴിയിൽ കൂടെ ഒക്കെ പോയി. പക്ഷെ നിങ്ങൾ ഫുൾ സൈലന്റ് ആയിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഷോക്ക് മാറുന്നില്ല. എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. ഒരുപാട് ആളുകളെ കാണിച്ചു, കൗൺസിലേഴ്സിനെ കാണിച്ചു, സൈക്കോളജിസ്റ്റിനെ കാണിച്ചു, സൈക്കാട്രിയെ കാണിച്ചു. നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പോയോ, യാത്ര പോയോ എന്ന് ചോദിച്ചാൽ യാത്ര പോയി. തിരിച്ച് അതേപോലെ വീട്ടിൽ വന്നു. വീണ്ടും ആ ഒരു സെയിം പൊസിഷനിൽ തന്നെ വന്നിരുന്നു. ഓക്കെ, അതൊരു സ്റ്റോറി കേട്ടാ. അതേപോലെ തന്നെ ഒന്നും കൂടെ ഒരു കഥ ഇമാജിൻ ചെയ്യാം. അത് അവിടെ തന്നെ ഒരു സൈഡിൽ വെച്ചേക്ക്. രണ്ടാമത്തത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിറക്കെടുപ്പിൽ ഒരു വണ്ടി കിട്ടിയിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ്, വീണ്ടും ഭയങ്കര എക്സൈറ്റ്മെന്റാ, നല്ല ഹാപ്പി മൊമെന്റിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നു. അപ്പൊ നേരെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് നാളെ ട്രിപ്പ് പോവാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, എല്ലാ ഫ്രണ്ട്സും കൂടി ഒരു ട്രാവലർ ഒക്കെ ബുക്ക് ചെയ്തു. നിങ്ങൾ ഇവിടുന്ന് തലേ ദിവസം തന്നെ റെഡിയായി. അപ്പൊ തലേ ദിവസം തന്നെ തുടങ്ങും നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തതിനു ശേഷം. വണ്ടി ഇവിടെ എത്താറാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാട്ടിന്റെ ആ കുലുക്കത്തിൽ തന്നെയാണ് ആട്ടം തുടങ്ങുമല്ലോ. യാത്ര അങ്ങനെയല്ലോ. ഫുള്ള് അവിടെ നിന്ന് വണ്ടി എടുത്തു, യാത്ര പോയി, നല്ല എൻജോയ്മെന്റ്, ഫുള്ള് ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ഈ പറഞ്ഞ സെയിം വഴി തന്നെ ഇടുക്കിയിലും അവിടുത്തെ വഴികളെല്ലാം വെള്ളച്ചാട്ടങ്ങളും മാക്സിമം ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നിങ്ങളുടെ ആ ഒരു വണ്ടിയുടെ ആ ഡിജെയുടെ ആ കുലുക്കം ഇതുവരെ മാറിയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ തന്നെ വന്ന് എങ്ങനെയൊക്കെയോ വന്നിട്ട് നിങ്ങൾ കിടന്നിറങ്ങി. അങ്ങനെ രണ്ട് മൊമെന്റ്സ് ഇട്ടാ, നല്ല ഹാപ്പി ആയിട്ട് ആസ്വദിച്ചതും മറ്റേതും. അങ്ങനെ രണ്ട് മൊമെന്റ്സ് അവിടെ ഇരിക്കട്ടെ. ഇന്ന് ഇതൊന്നല്ല നമ്മുടെ വിഷയം. എന്ന് വെച്ചാല് ഇപ്പൊ എന്തിനാണ് ഈ ഹീലിംഗിന്റെ വിഷയം പറഞ്ഞപ്പോ ഈ ഒരു സ്റ്റോറി പറഞ്ഞതെന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലെ. അതായത് എനിക്കൊരു സുഹൃത്തുണ്ട്. അവന് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് പരസ്പര ബന്ധമില്ലാത്ത കുറെ ഉദാഹരണങ്ങൾ പറയും. അതുപോലത്തെ ഒരു പഴഞ്ചൊല്ലുകളും പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ഫ്രണ്ട്സ്? അപ്പൊ അവന്റെ ഓർമ്മക്കായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് വിഷയം അവിടെ മാറ്റി വെച്ചോ. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം എന്നത് ഹീലിംഗ് ആണ്. ഓക്കെ, ഹീലിംഗ് എന്ന് പറയുന്നത് ഇത് ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഹീലിംഗ് ആണ്. ഞാൻ പറയുന്ന വിഷയം എല്ലാവർക്കും അങ്ങനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പഠിച്ചു വെച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടാവാം. എന്ന് വെച്ചാല് നമ്മള് ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നല്ലേ പണ്ട് കുഞ്ഞുണ്ണി മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കുറച്ച് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീതിങ്ക് ചെയ്ത് തന്നെ വേണം. ഇപ്പോ ഒരാള് ഒരു മലമുകളില് ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു മലം പാർക്കട്ട്, അതിന്റെ ബാക്ക് ഭാഗത്ത് ഒരു പൂന്തോട്ടമുണ്ട്, ഒരു ചെറിയൊരു പൂന്തോട്ടം, നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം ഉണ്ടെന്ന് ഒരാള് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ഒറ്റയടിക്ക് അത് തള്ളാണ്, അല്ലെങ്കിൽ അതുണ്ട് രണ്ടും സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ. അത് നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോ നിങ്ങളത് ആസ്വദിച്ചിട്ടില്ല, എക്സ്പെക്ട് ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോ അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാ, ഒന്ന് റീതിങ്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കണ്ടതിന് ശേഷം അവിടെ പോയി നോക്കി അപ്പൊ അവിടെ ഒരു പൂന്തോട്ടം ഒന്നുമില്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അവിടെ പോയി നോക്കി അപ്പൊ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ട്, എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി നോക്കണം, അതിനെ കുറിച്ചൊരു കൃത്യമായിട്ടൊരു വിധി എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്യന്നെ, അക്സെപ്റ്റ് ചെയ്യാ. അപ്പൊ എന്തായാലും ഒരാൾ ഒരു വിഷയം പറയുന്നതാണല്ലോ, അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുക, സെൽഫായിട്ട് തന്നെ ഒന്ന് തീരുമാനത്തിലേക്ക് എത്തുക. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹീലിംഗ് എന്ന വിഷയം ബോഡിയുടെ, നമ്മളുടെ ശരീരത്തിന്റെ ഹീലിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ബോഡിക്ക് മൂന്ന് ഭാഗങ്ങൾ വരുന്നുണ്ട്. ബോഡി ഫിസിയോളജി പറയുമ്പോൾ അതിൽ ക്രിയേഷൻ വരുന്നുണ്ട്, ഹീലിംഗ് വരുന്നുണ്ട്, പിന്നെ ബോഡി ഇൻഫോർമേഷൻ വരുന്നുണ്ട്. 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതില് നമ്മളുടെ വിഷയം വരുന്നത് ഹീലിംഗ് ആണ്. അതിൽ ക്രിയേഷനും ഹീലിംഗും രണ്ടും വലിയ സബ്ജക്റ്റ്, ഇൻഫോർമേഷനും വലിയ സബ്ജക്റ്റ് ആണ്. അപ്പോ ഇവിടെ ക്രിയേഷന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ക്രിയേഷൻ ആണ്. നമ്മൾക്കറിയാലോ,
ഒരു ക്രിയേഷൻ, ദൈവം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ വീണ്ടും വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ സ്ത്രീയുടെ ബീജവും സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും ഒക്കെ സംയുക്തമായി ചേർന്ന് അതൊരു സിക്താണ്ഡമായി, പിന്നെ അതിന് രൂപവളർച്ച വന്നു. അതൊരു 16 ആഴ്ച കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്നൊരു പെടച്ചിലുണ്ടാകുന്നു. അതിൽ നിന്ന് പിന്നീട് എന്താണ് ആ ഷേപ്പിലേക്ക് വരുന്നു, മനുഷ്യന്റെ രൂപത്തിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ പൊസിഷന്, ഫങ്ഷൻസ്, അതുപോലെ തന്നെ സെക്യൂറേഷൻ ഒക്കെ നടക്കുന്നു. പിന്നെ ഇതൊക്കെയാണ് ക്രിയേഷന്റെ സ്റ്റെപ്പുകൾ വരുന്നത്. പിന്നെ അതില് എന്ത് ചെയ്യുന്നു, ദൈവം നമുക്ക് സെൽസ്, ബോൺസ്, ബ്ലഡ്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ദൈവം കൃത്യമായിട്ട് അതില് സെറ്റ് ചെയ്യുന്നു. ഇതില് നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ ഒരു ക്രിയേഷനിൽ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു ക്രിയേഷൻ നമ്മൾക്ക് എക്സ്ട്രാ മനുഷ്യന്റെ നമ്മളുടെ വക ഒരു കൈകടത്തൽ ഇതിലേക്ക് ആവശ്യമുള്ളതായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ലൈഫിൽ ഇത്ര കാലത്തിനിടയ്ക്ക്? തോന്നുന്നുണ്ടോ? പ്രോപ്പറായി ഭക്ഷണം കഴിക്കണം അമ്മ. ആ അതായത് ആ സമയത്ത് ആക്ച്വലി നമ്മള് ഇതിനൊക്കെ മുമ്പ്, കുറെ കാലമൊക്കെ മുമ്പ്, ഇപ്പോഴൊന്നല്ല, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതൊരു രോഗാവസ്ഥയായി മാറി തോന്നുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അതായത് ഗർഭം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് രോഗാവസ്ഥയായി മാറി. ഭയങ്കര സൂക്ഷിച്ച് കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു. പണ്ടങ്ങനെയൊന്നല്ല. അമ്മമാര് എന്ത് ചെയ്യും, അവരുടെ അമ്മായിമ്മമാര് അവരെ നന്നായിട്ട് പണിയെടുപ്പിക്കും, നന്നായിട്ട് അരക്കും, അതുപോലെ തന്നെ വെള്ളം കോലും കാര്യങ്ങളൊക്കെ നടത്തും. ആ സമയത്ത് ഒന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ, മുറ്റമടി ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. ഇത് ഇങ്ങനെയൊക്കെ വന്നു. അവര് സ്വയം വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ പ്രോസസ് ആയിരുന്നു ശരിക്കും അത്. പിന്നീടാണ് അത് രോഗാവസ്ഥ പോലെ ആക്കി മാറ്റി ഹോസ്പിറ്റലൈസേഷനിലായി വന്നു. ഹോസ്പിറ്റലുകളൊക്കെ വളർന്നു. അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും നമ്മൾ അതിലേക്കൊന്നും ശരിക്കും നമ്മളുടെ കൈകടത്തലിന്റെ ആവശ്യമില്ല. അമ്മ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിലേക്ക് ആവശ്യമുള്ള കാൽസ്യം കാര്യങ്ങളെല്ലാം എന്തുണ്ടാവും, ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണം. അമ്മ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യും, നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ ചെന്നിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പ്രോട്ടീൻ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അത് സ്വയം തന്നെ പ്രോട്ടീനായി മാറുന്നുണ്ട്, കാൽസ്യം പ്രോട്ടീനായി മാറുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ. ഇത് ബയോളജിക്കൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നൊരു തിയറി ഉണ്ട് ശരിക്കും. അതിലിത് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ക്രിയേഷന്റെ ഭാഗത്ത് നമുക്ക് ഒന്നും മനുഷ്യന്റെ കൈകടത്തലിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഈ അടുത്തതായിട്ട് ബോഡിയുടെ ഹീലിംഗ് എന്ന് പറയുന്നത്, ബോഡിയുടെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് ദൈവം നമ്മളുടെ ശരീരത്തിൽ ക്രിയേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹീലിംഗിന്റെ പ്രോസസ്സിലും നമ്മൾക്ക് എന്തില്ല, മനുഷ്യന്റെ കൈകടത്തലിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബോഡിയുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ബോഡി കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ തരും നമുക്ക്. ആ ഇൻഫർമേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാകും നമ്മളുടെക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ബോഡി നമ്മളോട് വിശക്കുമ്പോൾ നമ്മളോട് പറയും, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കൂട്ടോ എന്ന് നമ്മളോട് പറയും. നമ്മള് അത് ചിലർ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മോഡേൺ യുഗത്തില് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുന്നു. ചിലപ്പോൾ ഒരു 8 മണി ഓഫീസിൽ പോണതിന് മുമ്പൊക്കെ ചിലർ ചായ കുടിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ വീണ്ടും വിശന്നില്ലെങ്കിലും വീണ്ടും ഭക്ഷണം കഴിക്കും. പിന്നെ ഒരു 1 മണി 2 മണിയാകുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ പാടെ തന്നെ വീണ്ടും പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം വീണ്ടും കഴിക്കും. കല്യാണ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഒരു കൃത്യതയില്ലാത്ത ഫുഡിങ് ആണ് ഇപ്പോ. 2 മണിക്ക് കഴിക്കാം, 4 മണിക്ക് കഴിക്കാം, 8 മണിക്ക് കഴിക്കാം, 12 മണി വരെയൊക്കെ കല്യാണ ഫംഗ്ഷൻ പോകുന്നതൊക്കെ ഉണ്ട് ഇപ്പോ. എന്റെ അച്ഛൻ മറ്റേ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ എടുക്കുന്നവരുണ്ടും കല്യാണത്തിന്റെ ഓർഡർ കാര്യങ്ങള് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. അപ്പൊ ഞാൻ ഇതുപോലെ അച്ഛന്റെ കൂടെ ഒക്കെ പോകും. അപ്പോ സൂസൻ മാം അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ചില കല്യാണ ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാലേ നമ്മള് എന്താണ് കഴിക്കേണ്ടതെന്ന് നമ്മൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി വരുന്നത്. കേക്ക് ആണെങ്കിൽ കേക്കിന്റെ തന്നെ ഒരു 10-25 വെറൈറ്റീസ്, അതുപോലെ രസഗുള സാധനങ്ങൾ, കുനാഫ ഐറ്റംസുകൾ, പായസ ഐറ്റംസുകൾ, ഇളനീരിന്റെ പായസം വരെ ഇപ്പൊ അവൈലബിൾ ആണ്. അതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ, നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആണ് അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോ നമ്മൾക്ക് അപ്പൊ ഒരു കൺട്രോൾ ഒന്നും ഇല്ല. അപ്പൊ നമ്മ ബോഡിയുടെ ഇൻഫർമേഷൻ ഒന്നും ശ്രദ്ധിക്കില്ല. ആരും അങ്ങനെ പൊതുവെ ശ്രദ്ധിക്കൽ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മള് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കണമെങ്കിൽ
നമ്മള് വിശ്രമിക്കാൻ തോന്നുന്ന സമയത്ത് വിശ്രമിക്കുകയാണെങ്കിൽ, ഉറക്കം വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, നല്ല ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിതം, ഒരു രോഗത്തെയും പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹീലിംഗിലേക്ക് തിരിച്ചു വരാം. ഹീലിംഗ് പ്രോസസ്സ് നാല് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തത് റീചാർജ്. നമ്മളുടെ ശരീരം താനെ നമ്മുടെ ശരീരത്തിന്റെ കേടുപാടുകളൊക്കെ മാറ്റി അതിന്റെ സ്വയം വീണ്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജമൊക്കെ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്ന പോലും ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായികൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ, നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, വീണ്ടും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരും. നമ്മുടെ അച്ഛന്മാരൊക്കെ കണ്ടാൽ അറിയാം, അവര് നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് തരുന്ന അച്ഛന്മാരുണ്ടായിരുന്നു. നല്ല വിയർത്തൊലിച്ച് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണം. അവര് വന്നിട്ട് പിന്നെ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ഇത്തിരി കുഴമ്പൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ കടന്നുറങ്ങും. നേരം വെളുക്കും, വീണ്ടും എഴുന്നേക്കും, പൂർവ്വസ്ഥിതിയിലേക്ക് വരും, വീണ്ടും ജോലിക്ക് പോകുന്നവര്. അങ്ങനല്ല, നമ്മളെ എല്ലാവരുടെ ശരീരത്തിനും ഈ പറഞ്ഞ അവസ്ഥയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 7ാം ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് എനിക്ക് മൈഗ്രെയിന്റെ തലവേദന ഉണ്ടായിരുന്നതാ. ഞാൻ പല പല ഹോസ്പിറ്റലുകൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മള് മരുന്നുകൾ, CT സ്കാന്, MRI സ്കാന് തുടങ്ങിയിട്ടുള്ള പല സ്കാനുകളും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കഴിഞ്ഞിട്ടൊന്നും എന്റെ തലവേദന മാറിയിട്ടില്ല. ലാസ്റ്റ് അത് വിധി എഴുതിയത് പാരമ്പര്യമായിട്ട് കിട്ടിയ തലവേദനയാണ്. എന്റെ അമ്മ ഈ അസുഖത്തിന് ചെറുപ്പം മുതലേ, ഞാൻ്റെ ഒക്കെ ചെറുപ്പം മുതലേ അമ്മ ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. മൈഗ്രെയിന്, അതുപോലെ തന്നെ അമ്മയ്ക്ക് കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോ ഈ ഈ ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം, അത് എന്റെ അസുഖം ആദ്യം ഞാൻ ട്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം എനിക്ക് തലവേദന ഇല്ല. ഒരു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. ഈ ഷോൾഡർ പെയിനിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഡോക്ടറെ പോയിട്ടുണ്ട്. അപ്പോ എല്ലിന്റെ ഡോക്ടർ, അതുപോലെ നമ്മുടെ പൾമണോളജി, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇങ്ങനെ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് ചെന്നപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറെ കാര്യങ്ങളായിരുന്നു. അപ്പൊ എന്റെ ആശയങ്ങൾക്കൊപ്പമുള്ള ഇതിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചതും ഇപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാല് നമ്മള് ഒരു മരുന്ന് കഴിക്കും. ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്, തലവേദന വന്നു കഴിഞ്ഞാൽ നല്ല പെരുത്ത തലവേദന, അതിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു വെള്ളം കുടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ലൈറ്റ് കാണാൻ പാടില്ല, സൗണ്ട് കേൾക്കാൻ പാടില്ല, വട്ടുപിടിക്കും, ഛർദിച്ച ഔഷധയായി പോകുന്ന ഒരു തലവേദന. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഒരു പാരസിറ്റമോൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ വലിച്ചു മുറുക്കി ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടും, തോർത്തൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ഇവിടെ ഓരോരുത്തർ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, നേരം വെളുത്തു കഴിഞ്ഞാൽ അത് മാറും. അതല്ലെങ്കിൽ നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ തലവേദന മാറും. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, ആ ഗുളിക കഴിക്കാതെ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴും എന്റെ തലവേദന മാറുന്നുണ്ട്. അപ്പോ എനിക്ക് ഡൗട്ടായി. ഞാൻ അങ്ങനെ എന്നെ തന്നെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പരീക്ഷിച്ചു. കുറെ കാര്യങ്ങൾ. എന്റെ ഷോൾഡർ പെയിൻ ഒന്നും ഇല്ല, ഇപ്പൊ എനിക്കൊരു ഷോൾഡർ പെയിനും ഇല്ല. എന്റെ ഷോൾഡർ പെയിന് എന്റെ ഒരു കൊച്ചച്ഛന്റെ മോൻക്കും ഉണ്ടായിരുന്നു. അവന് ഏകദേശം ഒരു 30 വയസ്സൊക്കെ തന്നെ ഉള്ളൂ. എന്റെ അത്ര വയസ്സ്, എന്നേലും വയസ്സുണ്ടെന്ന്. അപ്പൊ അവന് എന്ത് ചെയ്തു, ഇതുപോലെ അവനക്കും ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നീ ഇന്ന പോലെ ചെയ്യ്, കൃത്യമായിട്ട് ഭക്ഷണം നിനക്ക് വിശക്കണ സമയത്ത് മാത്രം കഴിക്ക്, നീ ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ അസുഖം മാറി. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തു, എന്റെ അമ്മയ്ക്ക് കൊണ്ട് സെറ്റ് ചെയ്തു. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആക്കി. അമ്മയുടെ ഭക്ഷണം കുറച്ചു, കൂടുതലും രാത്രി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരുന്നു. രാവിലെയും ഉച്ചക്ക് മാത്രം വേവിച്ച ഭക്ഷണം കഴിച്ചു. രാത്രി സമയങ്ങളിൽ ഫ്രൂട്ട്സ് മാത്രമാക്കി. അതും വിശക്കുമ്പോ മാത്രം കഴിക്കലാക്കി. അമ്മക്കൊക്കെ ഭയങ്കര വിശപ്പായിരുന്നു. പിന്നീട് ഇപ്പോ അതെല്ലാം കറക്റ്റ് സെറ്റായി. ഇപ്പോ ദൈവാധീനം, ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയാം. എന്റെ അമ്മ ഇപ്പോ ഒരു മരുന്നും കഴിക്കുന്നില്ല. ലാസ്റ്റ് അമ്മ കഴിച്ചിരുന്നത് ആയുർവേദമായിരുന്നു. ആയുർവേദത്തിലും തൈറോയിഡിന്റെ മരുന്ന് അവരെന്ത് ചെയ്യുന്നു, ആയുർവേദ ഡോക്ടർ മരുന്ന് കഴിക്കണം നിർബന്ധം, മരണം വരെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോ അമ്മ ഒരു മരുന്നും കഴിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്.
അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അതിനൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നമ്മൾ ഒരു പരിധി വരെ നമ്മള് ഇപ്പൊ ഒരു രോഗവും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മളെക്കാൾ അറിവുണ്ട്, നമ്മളെക്കാൾ അറിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ്, റീചാർജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് റെസിസ്റ്റ് ആണ്. റെസിസ്റ്റില് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ദോഷകരമായിട്ട് നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ഏതൊരു വസ്തുവിനെയും ശരീരം എന്ത് ചെയ്യും, പ്രതിരോധിക്കും. നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഒരു ദോഷകരമായ വസ്തു ചെല്ലാനായിട്ട് നമ്മുടെ ശരീരം സമ്മതിക്കൂല. അതായത് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് അല്ല പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ കണ്ണുകൾ അടയും. നമ്മ അടച്ചാല് എന്താണ്, നമ്മുടെ അറിവോടുകൂടി അടച്ചില്ലെങ്കിലും കണ്ണ് ഓട്ടോമാറ്റിക് ആയിട്ട് അടക്കും അത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ നമ്മ കുറച്ചു നേരം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ അയക്കണ കണ്ണ് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലിങ്ക് ചെയ്യും. അത് കണ്ണ് തന്നെ അതൊക്കെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ ശരീരം എന്ത് ചെയ്യും, പുറത്തു പോകാതെ നമ്മളെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ കൈയൊക്കെ സൂസൻ മാമൊക്കെ കൈ മുറിഞ്ഞ പാടെ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്കാണോ പോയത്? അന്ന് ഇടത് കൈ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത സമയത്ത്, കൈ മുറിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിയായിരുന്ന? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. കൈ മുറിഞ്ഞു കഴിഞ്ഞാല്, രക്തം വന്നു കഴിഞ്ഞാല്, അത് രക്തം വാർന്നൊന്നും അങ്ങനെ ആരും മരിക്കൊന്നുമില്ല. അഥവാ അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ, രക്തം വാർന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ആസ്പിരിൻ പോലത്തെ രക്തം നേർമയാക്കുന്ന, രക്തം കട്ടിയാവുന്നതിനെ തടയുന്ന മരുന്ന് കഴിക്കുന്നവർക്ക് മാത്രം സംഭവിക്കുകയുള്ളൂ. അല്ലാത്ത നോർമൽ ബോഡിയിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, രക്തം വാർന്ന് മരണം സംഭവിക്കൂല. നമ്മള് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ആരെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, രക്തം ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അത് എന്ത് ചെയ്യും, രക്തത്തോടൊപ്പം നേരെ എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ മുറിഞ്ഞത് അവിടെ വന്നിട്ട് ആ രക്തം കട്ടയാക്കും. അതിന് നമ്മള് എന്ത് ചെയ്യും, ഓടിപ്പോയി അതിന് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് പണ്ടൊക്കെ കെട്ടുക, ഇതൊക്കെ വെച്ചിട്ട് വലിച്ചു കെട്ടും, എന്നിട്ട് രക്തം നിന്നെന്ന് നമ്മൾ വിശ്വസിക്കും. അതിനൊന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ശരീരം തന്നെ ആ പ്രോസസ്സ് ചെയ്യും. രക്തം പുറത്തു പോകുന്നതിന് ശരീരം എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അത് നമ്മളെ ഇപ്പൊ നമ്മൾ ചെറിയ മുറിവായത് കൊണ്ടാണ് മാം പോവാതിരുന്നത്. അതൊരു ഇത്തിരി വലിയ മുറിവായിരുന്നെങ്കിൽ മാം പോയാനായിരുന്നു, അല്ലെ? പക്ഷെ എത്ര ആഴത്തിലുള്ള മുറിവാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, ഫൈബ്രിനോജൻ എന്ത് ചെയ്യും, പുറപ്പെടുവിച്ചിട്ട് ആ ബ്ലഡ് അവിടെ എന്ത് ചെയ്യും, കട്ടയാക്കി നിർത്തും എന്നുള്ളതാണ്. നമ്മളെ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മള് കൈയും കാലൊക്കെ അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ഒരഞ്ഞു പോയൊരവസ്ഥയിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ പോന്നിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യും, ബ്ലഡ് അപ്പൊ തന്നെ എന്ത് ചെയ്യും, അത് കട്ടയാക്കി കളയും. ആ ഒലി ഇങ്ങനെ ഒഴുക്ക് അപ്പൊ തന്നെ ബ്ലഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്നതാണ്, നമ്മൾ ആരും അത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതല്ല. ശരീരത്തിന് അതിനുള്ള കഴിവുണ്ട്, പവർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ശരീരം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ശരീരം. അതില് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരിക്കലും ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അത്ര പവർ നമ്മുടെ ശരീരത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റിമൂവ് ആണ്. ശരീരത്തില് എന്ത് കാര്യങ്ങളും ശരീരത്തിന് ആവശ്യമില്ലാത്ത, അതായത് മാലിന്യങ്ങള്, ദോഷകരമായി ശരീരത്തിന് തോന്നുന്ന എല്ലാ ഇതും ശരീരം എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. അതായത് വെച്ചാല് നമുക്ക് കഫം ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് മരുന്ന് കഴിച്ചിട്ട് ആണോ കഫം ഒക്കെ പുറത്ത് കളയുന്നത്? അല്ല. നമുക്ക് അല്ലെങ്കിലും നമ്മുടെ ശരീരം ചുമച്ച് എന്ത് ചെയ്യും, ശരീരം കഫൊക്കെ എടുത്ത് പുറത്തേക്ക് മാക്സിമം ചെയ്യും. നമുക്കതൊന്നും പോരാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതൊന്ന് വാച്ച് ചെയ്യാനോ അതൊന്ന് ഒബ്സർവ് ചെയ്തിരിക്കാനോ ഒന്നും നമുക്ക് നേരമില്ല. നമ്മളപ്പൊ തന്നെ നമുക്കെല്ലാം സഡൻ നടക്കണം. ഇന്നത്തെ കാലത്ത് എല്ലാം സഡൻ വേണം. ഇപ്പൊ ഒരു പനി വന്നാൽ പോലും നമുക്ക് സഡൻ ആയിട്ട് മരുന്ന് കഴിച്ച് അത് മാറ്റണം. പനി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ പാമ്പിന്റെ തൊലിയൊക്കെ പോയി കളഞ്ഞിട്ട് വീണ്ടും ഒരു ഇത് വരൂലേ,
ഒന്നും കൂടെ ഒന്ന് ഉണർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് നമുക്ക് ശരീരത്തിൽ പനി വരുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളെയൊക്കെ അടിച്ച് മറ്റേ വേൺ ചെയ്ത് കളഞ്ഞ് നമ്മളൊരു ഒന്നും കൂടെ ഒന്ന് പ്രതിരോധ ശേഷിയൊക്കെ ഒന്ന് കൂട്ടി ഒരു നല്ല ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മൾ അതിന് നിൽക്കൂല. നമ്മൾ എന്ത് ചെയ്യും? വേഗം തന്നെ അതിനെ അടിച്ചമർത്തി ആ ചൂടൊക്കെ കളഞ്ഞെടുത്ത് വേഗം മരുന്നൊക്കെ കഴിച്ചെത്തും. പക്ഷെ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മളുടെ ആ അസുഖം മാറും, പനി മാറും. നിങ്ങൾ ഇതിന് ശേഷം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് എത്രത്തോളം വാസ്തവം ഉണ്ട് എന്ന് നോക്കാലോ. നമുക്ക് പനി വന്നാല് നമുക്ക് ശരിക്കും ഭക്ഷണത്തിന്റെ ആവശ്യം വരില്ല. പനിയുടെ സമയത്ത് നമുക്ക് വിശക്കൂല. നമ്മ ശരീരം പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബോഡിയുടെ ഇൻഫർമേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാം. ആ സമയത്ത് നമുക്ക് വിശക്കൂല. അതുപോലെ നമുക്കൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു മുറിവോ കാര്യങ്ങളോ അതൊക്കെ വേദനയൊക്കെ ഉള്ള സമയത്തൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല. ഇപ്പൊ തലവേദന ഉള്ള സമയത്തൊന്നും ശരീരം എന്ത് ചെയ്യില്ല, ഭക്ഷണത്തിന് ആവശ്യപ്പെടൂല, വിശക്കൂല. അപ്പൊ നമ്മൾ അതനുസരിച്ച് തിന്നാ മതി. ഇപ്പൊ പനിയുള്ള സമയത്തും നമ്മൾ കുറെ ഭക്ഷണം, മോനെ ഇത് കഴിക്കും അമ്മ വന്നിട്ട് അമ്മയുടെ സ്നേഹമൊക്കെ അപ്പോഴാണ് പുറപ്പെടുക. മോനെ ഇത് കഴിക്കും, മോനെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇത്രയും കൂടെ കഴിക്കും, കുറച്ചും കൂടെ നിർബന്ധിച്ച് കഴിക്കും. മോനെ ഇത് തീർത്തിട്ട് പോന്ന് ഇവിടെ നനച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കും. കഷ്ടപ്പെട്ട് അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടി കഴിക്കും. പക്ഷെ അത് വോമിറ്റ് ചെയ്ത് പോകും. നമ്മുടെ ശരീരം അതാണ്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തതിന് ശരീരം എന്ത് ചെയ്യും? അപ്പൊ തന്നെ റിമൂവ് ചെയ്ത് കളയും. അതല്ലെങ്കിൽ വയറിളക്കം പോലത്തെ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഈ ഷുഗർ അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗർ മൂത്രത്തിലൂടെ ഒക്കെ ശരീരം പുറത്ത് കളയും. അതുപോലെ തന്നെ ഉണ്ടാകുന്ന കല്ല്, മൂത്രത്തിലേക്ക് ഉണ്ടാകുന്ന കല്ല്, അത് കുറച്ച് വേദനയോടുകൂടിയാണെങ്കിലും ശരീരം അതെന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്ത് കളയാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരം നമ്മളെ സുഖപ്പെടുത്താനുള്ള, പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനുള്ള കഴിവ് നമ്മളെ ശരീരത്തിന് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. അത് അങ്ങനെ വിശ്വസിക്കണം. അതുണ്ട്, ആ പവർ നമ്മുടെ ശരീരത്തിന് ഉണ്ട്. അതേപോലെ തന്നെ റിപ്പയറിംഗ് പ്രോസസ്സ് ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് എന്ത് കേടുപാടുകൾ സംഭവിച്ചാലും, ഇപ്പൊ ഒരു മുറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക്, ആ ഡാമേജിനെയൊക്കെ മാറ്റി ആ ഒരു ആ സമയത്ത് ഒരു വേദനയൊക്കെ വരുമല്ലോ നമുക്ക്, അത് റിപ്പയർ ചെയ്യണ സമയത്തുള്ള ഒരു വേദന. പക്ഷെ ആ വേദനയൊക്കെ മാറ്റി ശരീരം എന്ത് ചെയ്യുന്നു? അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഈ ഇന്റഗ്രേറ്റഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ റീചാർജ്, റെസിസ്റ്റ്, റിമൂവ്, ലാസ്റ്റ് പറഞ്ഞെന്താ? കേക്കല്ല സൂസൻ മാമിന്റെ മൈക്ക്. റിപ്പയർ 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 റിപ്പയർ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും നമ്മളുടെ ബോഡിയുടെ ഹീലിംഗ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, നമ്മളെക്കാൾ അറിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. നമ്മുടെ ബോഡി ഒരിക്കലും എന്ത് ചെയ്യില്ല, നെവർ കമ്മിറ്റ് എനി മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്കിന് നമ്മുടെ ശരീരം കൂട്ടു നിൽക്കൂല നമ്മുടെ ഒപ്പം. ഒപ്പം കൂട്ടി നിൽക്കില്ല. അതായത് നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ശരീരം അതിനെ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് അതിനെ സുഖപ്പെടുത്തണം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ശരീരം വരിക. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും വിശക്കാത്തതൊക്കെ, ചില ഈ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് വിശക്കൂലല്ലോ. നമ്മളപ്പോ ശരീരം റെസ്റ്റ് പറയണ സമയത്ത് റെസ്റ്റ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾക്ക് അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട് നീ പോ. അല്ലാണ്ട് നമുക്ക് വെറുതെ പോയിരുന്ന മൂത്രം വരുമോ? ഇല്ല. അതുപോലെ തന്നെ വിസർജന സമയത്തും നമുക്ക് അതിനൊരു തോന്നൽ വരും, അപ്പൊ നമ്മൾ അത് പോകും. അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയുണ്ട്. വിശ്രമിക്കാൻ തോന്നുന്നു നമ്മളോട് പറയുന്നുണ്ട്. ചിലര് അത് മൈൻഡ് ചെയ്യാതെ വരുമ്പോ, അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഇൻഫർമേഷന് എതിര് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ശരീരത്തിന് റെസ്റ്റ് കൊടുത്താൽ മതി. റെസ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ്റനൻസ് എനർജി, അതായത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഡൈജഷൻ എനർജി വർക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസ് എനർജി നടക്കൂല. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഇത് സ്ലോ ആവുന്നത്. നമ്മളുടെ ഇപ്പൊ അസുഖങ്ങളൊക്കെ മാറാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു വയ്യായിക ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് സമയമൊന്നും ഇല്ലല്ലോ, കൃത്യമായിട്ട് നേരത്തിന് ഇപ്പൊ കൃത്യ സമയങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്. 8 മണി, 10 മണി, 1 മണി, അതുപോലെ തന്നെ 4 മണി, ഇത് ചാർട്ടാക്കിയൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊക്കെ 2 നേരം ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് 2 നേരത്തിലാണ് വിശക്കുക. 3-ാമത്തെ നേരം എനിക്ക് വിശന്നാലും വിശന്നില്ലെങ്കിലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ എന്തുണ്ടെങ്കിൽ കഴിക്കുന്നല്ലാണ്ട് അല്ലാതെ ഒന്നും ഞാൻ കൂടുതൽ ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ പറയും, അമ്മയൊക്കെ പണ്ട് പറഞ്ഞിരുന്നല്ലോ പ്രാവിന്റെ ഇറച്ചിയൊക്കെ കുറയുന്നൊക്കെ.
രാത്രി ഭക്ഷണം കഴിച്ചില്ല പ്രാവിന്റെ ഇറച്ചി പറയും. ശരിക്ക് സന്ധ്യാസമയത്ത് സന്ധ്യക്ക് സൂര്യാസ്തമയത്തിന് ശേഷം നമ്മളുടെ ഭക്ഷണം കഴിക്കൽ നമ്മൾ ഒഴിവാക്കണം. അതിനുശേഷം നമ്മുടെ ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഈ പിന്നെയും നമുക്ക് വിശക്കും. ഇപ്പൊ നമ്മുടെ ശീലങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കാൻ പറ്റൂല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് റീതിങ്ക് ചെയ്തെടുത്ത് മാറ്റണ്ടേ. വേറൊരു അവസ്ഥയിലേക്ക് മാറുന്നതിന് ബുദ്ധിമുട്ടാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വിഷയം പറഞ്ഞ സമയത്ത്. അതൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരാളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരാളോട് പറയാറില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഷുഗർ പേഷ്യന്റ് അടുത്ത് ഞാൻ ഇതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവരെ ഞാൻ ഇപ്പോ ഒരു മരുന്നും കഴിക്കാതെ അവരെ ഷുഗറൊക്കെ മാറ്റി. അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അവർ ഹാപ്പി ആയിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം 70 വയസ്സിന് മേലെ ആയിട്ടുണ്ട് പ്രായം. അവര് മരുന്ന് കൊണ്ട് ജീവിതം തീർത്തു എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അവരുടെ മരുന്ന് സന്തോഷത്തിൽ ഇപ്പൊ ഒരു ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ആളുകളെ ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാം പറയേണ്ടത് ഈ കാര്യമാണെന്ന് തോന്നി. അപ്പോ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങളെക്കാൾ അറിവ് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മളെക്കാൾ അറിവ് നമ്മുടെ ബോഡിക്കുണ്ട്. നമ്മുടെ ബോഡി എല്ലാം അതിനെ റെസിസ്റ്റ് ചെയ്യും, അതുപോലെ റിമൂവ് ചെയ്യും, റിപ്പയർ ചെയ്ത് നമ്മളെ കൊണ്ടുവരും. അതുപോലെ നമ്മുടെ ശരീരം റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും കൃത്യമായി എല്ലാം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ വളരെ ചുരുക്കി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വിഷയം ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം ക്ലാസ് എടുക്കുക. ഒരു ക്ലാസ്സിൽ നമ്മളെടുത്ത ഒരു വിഷയമാണ്. ഒരു ദിവസം രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി വരെ എടുക്കേണ്ട ഒരു വിഷയം ഞാൻ ഇങ്ങനെ വളരെ ചുരുക്കി നിങ്ങൾ അരമണിക്കൂറിൽ ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് പറയാം. അല്ല, ഞെട്ടിയിരിക്കണ ഇത് സംഭവിക്കോ? ഉള്ളതാണ്. ഇവൻ എന്ത് ഉറക്കത്തിൽ നിന്ന് എഴുതിട്ട് പിച്ചുമ്പഴേക്ക് വിളിച്ച് പറയുന്നതാണ്. അങ്ങനെയല്ല. ആ. പക്ഷേ നമ്മൾ നമ്മുടെ ശരീരം വി ഹാവ് ടു ലിസൺ ടു യുവർ ബോഡി ഡെഫിനറ്റ്ലി. ആ. പക്ഷേ നമ്മുടെ പല സാഹചര്യത്തിലും നമ്മൾ മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലല്ലേ അതായത് അമ്മ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷേ ഉണ്ടല്ലോ, ശരിക്കും നമ്മളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇന്നത്തെ ലോകം. ശരിക്കും നമ്മളെ പേടിപ്പിച്ചിട്ട്, അതാ ഞാൻ പറഞ്ഞത്. ഞാനും ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിൽ നിന്ന് വന്നതല്ലേ. നമ്മളെ ശരിക്കും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മള് തലവേദന വന്നു കഴിഞ്ഞാൽ വേഗം മരുന്ന് കഴിക്കണം, അതല്ലെങ്കിൽ ഒരു ഛർദി വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ശരിക്ക് ഞാൻ ഒരു ദിവസം ഒരുപാട് ഛർദിച്ചിട്ടുണ്ട്. ഛർദിച്ച് ഒരു ഔഷധമായിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടായ സംഭവം. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു സംഭവം എന്തോ കിടക്കുന്നത് കൊണ്ടാണ് ശരീരം ഛർദിക്കുന്നത്. അത് മനസ്സിലാക്കിയ ആ ഒരു ധൈര്യം നമുക്ക് വേണം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. നമ്മളെ വെച്ച് പരീക്ഷിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് വേറെ ആളിൽ പരീക്ഷിക്കാൻ പറ്റും. നമ്മളെ തന്നെ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. പിന്നെ ഈ ഏതൊരു മരുന്നിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അതിൽ നിന്ന് അടുത്ത രോഗത്തിലേക്ക് വരുന്നു, പിന്നെ അടുത്ത രോഗത്തിൽ ഒരിക്കലും നമ്മൾ ഈ ഷുഗറൊക്കെ മരുന്ന് കഴിച്ചിട്ട് മാറ്റിയ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല കേട്ടാ. അതുപോലെ തന്നെ അറ്റാക്ക് ഒക്കെ വന്ന ഒരു വ്യക്തി മരണം വരെ ആസ്പിരിൻ കഴിക്കണം എന്നുള്ളതാണ്. അപ്പോ അതിൽ നിന്നൊക്കെ ഒരു മോചനം. തൈറോയിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മരണം വരെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കാനാണ്. അപ്പൊ മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ അസുഖത്തിൽ നിന്ന് മോചനം നൽകാനുള്ള സാധനമാണ്, അല്ലേ? അപ്പൊ എല്ലാത്തിനും അതിനൊരു ബേസ് വശമുണ്ട്. ഇപ്പോ നമ്മൾ വരുന്ന അസുഖത്തിനും അതല്ല യഥാർത്ഥ കാരണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോ നമ്മൾ കഴിക്കുന്ന മരുന്നിന് അതിന് താൽക്കാലിക ആശ്വാസം നൽകാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ശരിക്കൊരു വശമുണ്ട്. നമ്മുടെ ബോഡി അതിനെ കറക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ബോഡി നമുക്കുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ ഹീലിംഗ് പ്രോസസ്സിൽ നമുക്ക് കൈകടത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ബോഡിയുടെ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതാണ് ശരിക്കും നമുക്ക് എല്ലാവർക്കും പേടിയായി. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്ന അവസ്ഥ. ഞാൻ ഒരുപാട് കിടന്ന് ഛർദ്ദിച്ചപ്പോ നിനക്ക് വട്ടാണ്, സ്വന്തം വൈഫ് വരെ വിശ്വസിക്കാത്തൊരവസ്ഥയാണ്. മക്കള് വരെ വിശ്വസിക്കൂല, കരയും. പക്ഷെ എന്നിരുന്നാലും ഞാനത് എന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്.
എങ്ങനെയാണെന്ന് നോക്കണ്ടേ? നമുക്ക് എന്നിൽ പറഞ്ഞാലാണല്ലോ എനിക്ക് അത്രയും ധൈര്യമായിട്ട് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഇത്രയും ധൈര്യത്തോടെ എനിക്ക് പറയണമെന്നല്ലേ. ചിലപ്പോ നടക്കും, അല്ലെ ചിലപ്പോ നോക്കാം എന്നല്ലേ പറയാ. ഇതങ്ങനെയല്ല, എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഏഹ് അപ്പോ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നടക്കുമെന്ന് അറിയാലോ. അല്ലേ? മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ഞാനൊരു ഉദാഹരണം ഞാൻ ചിന്തിച്ചത് ഞാൻ പറയാം. അതായത് ഉം. എൻ്റെ മകളുടെ ഫാദർ ഇൻ ലോയ്ക്ക് കിഡ്നി സ്റ്റോൺ വന്നു. അപ്പൊ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പാ, മൂന്നാഴ്ച അല്ല, ഇപ്പൊ ഒരു മാസമായി കാണും. വലിയ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം പുള്ളിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കൊണ്ട് മരുന്നൊക്കെ കഴിച്ച് അത് ഇൻഫെക്ഷൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവര് സർജറി ചെയ്ത് കീ ഹോൾ ചെയ്ത് മാറ്റി. പക്ഷെ ഇത് പ്രോബ്ലം ഏസ് അത് തന്നെ മാറുന്ന ഒരു സ്റ്റേജിലല്ല. കാരണം അത് ഭയങ്കരമായിട്ട് ഒരു വലിയ പാറക്കല്ല് പോലെ വലിയ കട്ടിയായി പോയി. പിന്നെ അവർ ഇടിച്ചു പൊടിച്ച് കളയേണ്ടിയൊക്കെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ അത് ഒന്നും അതന്നെ ഞാൻ പറഞ്ഞത്. ചെയ്യാതിരുന്നാൽ ഒന്നും ശരിയാവത്തില്ല. സോ യു ഓക്കെ, ഹാവ് ടു അപ്പൊ ഡു ദ അതായത് നമ്മള് നെസസറി. അത്രയും ഇതിലേക്ക് പോയിട്ടുണ്ട് നമ്മള്. ഇപ്പോ ശരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഇപ്പോ നിലവിൽ ഈ ഒരു ചികിത്സാ രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അവര് ഇതിന്റെ അങ്ങേ അറ്റം എത്തി ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഇനി വരണ്ട എന്ന് വിധി എഴുതിയവരാണ് വരുന്നത്. അപ്പോ നമ്മുടെ അടുത്ത് കിട്ടുന്ന രോഗികളൊക്കെ അത്രയും ഇതായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാണ്. നമുക്കൊന്നും ഇതിൽ മരുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇതിന് ഇന്ന മരുന്ന് കഴിക്ക് വേഗം ക്യാൻസർ മാറും, അതിനൊന്നും മരുന്നൊന്നുമില്ല. ഞാൻ പറയില്ലേ, നമ്മളുടെ ബോഡിയിൽ തന്നെ അതിന്റെ കഴിവുണ്ട്. നമ്മൾ ശരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അത്രയും നശിപ്പിച്ചു വെച്ചേക്കാണ്. നമ്മുടെ ബോഡിയെ നമ്മൾ ശ്രദ്ധിക്കാതെ നശിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു അവയർനെസ് പോലെ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ദാറ്റ് ഐ അഗ്രി. നമ്മൾ ആ ഒരു നല്ല ലെവലിൽ കൊണ്ട് എത്തിക്കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. യു ഹാവ് മെയിൻറ്റെയിൻ ടു ചെയ്ത് കുഴപ്പമില്ല. ലിസൺ ടു യുവർ ബോഡി ആൻഡ് ഓൾ ദ സിഗ്നൽസ് ദാറ്റ് ഇറ്റ് ഈസ് ഗിവിങ്. ആൻഡ് സമയത്തിന് ഭക്ഷണം കഴിക്കുകയും സമയത്തിന് എക്സസൈസ് ചെയ്യുകയും അങ്ങനെ ബോഡിയെ നന്നായിട്ട് സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് അസുഖമൊന്നും ഇല്ലാത്ത സ്ഥിതിയിൽ തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ സൂക്ഷിക്കാത്ത കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതെ അതെ ഉണ്ടാകുമ്പോൾ അതെ അതെ അതെ. യു ഹാവ് ടു ഹാവ് മെഡിക്കൽ ഇന്റർവെൻഷൻ. അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ എടുത്ത് മാറ്റണ്ടേ. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആ സ്റ്റെപ്പിൽ എത്താതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുക. കാരണം നമ്മുടെ ബോഡിയെ അതെ അതെ. ശ്രദ്ധിച്ച് സൂക്ഷിക്കുക. എനിവേ, നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ഒരു എല്ലാരെയും ഒന്ന് ഈ താങ്ക് യു. കഥയൊക്കെ പറഞ്ഞ് എല്ലാരെയും ഒന്ന് പിടിച്ചിരുത്തിയുടെ എന്താണ് ഈ പറയുന്നത്. അതായത് ഞാൻ കഥ പറഞ്ഞല്ലോ, ആ കഥയിലേക്ക് തിരിച്ചു വരാം നമുക്ക്. അതായത് നമ്മള് കഴിക്കുന്ന ഭക്ഷണമായാലും നമ്മൾ